എല്ലാവർക്കും നമസ്കാരം. പൃഥ്വി വ്ളോഗ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വഴുതനങ്ങ വെച്ചിട്ട് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന ഒരു ഫ്രൈ ആണ് നോക്കുന്നത്. അതായത് കുറച്ച് സമയം മതി. ആർക്ക് വേണമെങ്കിലും ഇത് വലിയ ഇതൊന്നുമില്ല, ബുദ്ധിമുട്ടൊന്നുമില്ല. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാം. ചോറിന് ബെസ്റ്റാണ്. നമുക്കൊരു മെഴുക്കുവരട്ടിയൊക്കെ ഉണ്ടാക്കുന്നത് പോലെ ചെയ്ത് അതേപോലെ നല്ല ടേസ്റ്റി ആയിട്ട്. ഒരുപാട് ഡീപ്പ് ഫ്രൈ അല്ല, കുറച്ച് ഓയിലൊക്കെ ഉപയോഗിച്ചിട്ട് ഷാലോ ഫ്രൈ ആയിട്ടാണ് ചെയ്യുന്നത്. പിന്നെ ഇതിലൊരു മസാലയൊക്കെ പുരട്ടി കുറച്ച് സമയമൊക്കെ വയ്ക്കുന്നുണ്ട്. അതൊക്കെ എങ്ങനെയാണ്, എന്തൊക്കെയാണ് ചേർക്കുന്നതെന്ന് കാണിച്ചുതരാം. വളരെ സിമ്പിളാണ്. ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും ഒരു 10 മിനിറ്റ് കൊണ്ട്, 10 മിനിറ്റ് പോലും വേണ്ട, ഒരു 5 മിനിറ്റ് കൊണ്ടൊക്കെ തന്നെ നമുക്കിത് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. വരും. 2 വഴുതനങ്ങ എടുത്തിട്ടുണ്ട്. ഇത് ചില സ്ഥലങ്ങളിൽ കത്തിരിക്ക എന്നും പറയും തോന്നുന്നു. ആദ്യമേ തന്നെ ഇത് നമുക്ക് കട്ട് ചെയ്തെടുക്കണം. വേണമെങ്കിൽ വട്ടത്തിലായിട്ടും കട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഞാനിപ്പോൾ ഇവിടെ നീളത്തിലാണ് കട്ട് ചെയ്യുന്നത്. കണ്ടോ, ഇതേപോലെ വലിയ കനമില്ലാതെയാണ് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത്. വഴുതനങ്ങ ചെറിയ കനത്തിൽ പീസസ് ആക്കി കഴിയുമ്പോൾ നമുക്കിത് വെള്ളത്തിലിട്ട് വെക്കാം കുറച്ച് സമയം. അപ്പോൾ ഇതിനൊരു കറയുണ്ട്, അപ്പോൾ ആ കറ പോകാൻ വേണ്ടിയിട്ടാണ്. അത് കഴിഞ്ഞിട്ട് ഒരു 2-3 ആവർത്തി ഇത് നല്ല വെള്ളത്തിൽ കഴുകിയെടുക്കണം. എന്നിട്ട് ആ വെള്ളം മുഴുവൻ വാലാൻ വയ്ക്കുക. എന്നിട്ട് ആ വെള്ളം പോയി കഴിയുമ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് മസാലയൊക്കെ ഒന്ന് പുരട്ടി കൊടുക്കാം. ഇതിൽ പുരട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ മസാല തയ്യാറാക്കുന്നതിൽ കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് മുളക് പൊടി. ഞാനിവിടെ കാശ്മീരി മുളക് പൊടിയാണ് എടുത്തത്. ഇനിയും കുരുമുളക് പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്, അതുകൊണ്ട് കാശ്മീരി മുളക് പൊടി അത്ര എരിവ് മതിയാവും. അത് ചേർത്തു. എന്നിട്ട് കുറച്ച് ഉപ്പും, ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് സ്പൂൺ വെച്ചൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഒരു പേസ്റ്റ് പോലെ ആയി കിട്ടും. ഈ പേസ്റ്റ് പോലെ ആയി കഴിയുമ്പോൾ ഇത് നമ്മളുടെ വഴുതനങ്ങ കഷ്ണങ്ങളിലേക്ക് പുരട്ടി കൊടുക്കണം. അപ്പോൾ 2 വശവും ഇത് പുരട്ടി കൊടുക്കാം. വെള്ളം ഇപ്പോൾ പാകത്തിന് വെള്ളം ഒഴിച്ചാൽ മതി. ഒരു പേസ്റ്റ് രൂപത്തിലാകുന്ന തരത്തിൽ വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. ഇനിയും ഇതിലേക്ക് നമ്മൾ വഴുതനങ്ങ കഷ്ണത്തിൽ പുരട്ടി ഒരു 2 മിനിറ്റ് ഒന്ന് വെച്ചേക്കാം. വഴുതനങ്ങ കഷ്ണങ്ങളിലെല്ലാം മസാല പുരട്ടി വെച്ചു, എല്ലാം നിരത്തി വെച്ചു. ഒരു 2 മിനിറ്റ് കഴിയുമ്പോൾ നമുക്കിതൊന്ന് ഫ്രൈ ആക്കി എടുക്കാം. ഒരു നോൺ സ്റ്റിക്ക് പാൻ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. ഒരുപാട് വെളിച്ചെണ്ണ ഒഴിക്കേണ്ട, നമ്മൾ ഷാലോ ഫ്രൈ ആണ് ചെയ്യുന്നത്. അത് ചൂടായി കഴിഞ്ഞപ്പോൾ നമ്മളുടെ വഴുതനങ്ങ കഷ്ണങ്ങളെല്ലാം അതിൽ നിരത്തിയിട്ട് കൊടുത്തു. കണ്ടില്ലേ? ഇനി ഒരു വശം മൂത്ത് കഴിയുമ്പോൾ നമുക്ക് അത് തിരിച്ചിട്ട് കൊടുക്കാം. നമ്മളിവിടെ ലോ ഫ്ലെയിമിലാണ് കേട്ടോ വച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ പെട്ടെന്ന് അടി കരിഞ്ഞു പോകും. എന്നിട്ട് ഇതേ പതുക്കെ നമ്മൾ ആവശ്യം റോസ്റ്റായി കഴിഞ്ഞപ്പോൾ മറിച്ചിട്ട് കൊടുക്കും. ഇനി ഇത് വശവും കൂടെ ഒന്ന് ചെറുതായിട്ടൊന്ന് റോസ്റ്റായി വന്നാൽ മതി. എന്നിട്ട് നമുക്ക് ഇതിൽ നിന്ന് എടുത്തു മാറ്റാം. വഴുതനങ്ങ റോസ്റ്റ് പോലെ ഉണ്ടാക്കിയത് കണ്ടില്ലേ?
നല്ല ടേസ്റ്റാണ്. ചോറിന് ഇത് മാത്രം കൂട്ടി വേണമെങ്കിൽ നമുക്ക് കഴിക്കാൻ പറ്റും. അപ്പോൾ അടുത്തൊരു വിഭവമായിട്ട് ഉടനെ തന്നെ കാണാം. താങ്ക് യു. ബൈ.